അസ്സലാമലൈക്കും. അപ്പം എന്താണ് മാങ്ങ പിടിച്ചിങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുതിട്ട. എനിക്ക് നോമ്പിനാടോ മാങ്ങ കിട്ടിയിരിക്കുന്നത് അതും എൻ്റെ ഉമ്മ കൊണ്ട തന്നിട്ട. ഇതെന്തിനാണ് ഉമ്മ നോമ്പിനെന്ന് ഞാൻ ചോദിച്ചിട്ട. അപ്പം ഉമ്മ പറയണേ എനിക്കിപ്പോൾ ഇത് കിട്ടിയതാണ്, എന്നാൽ പിന്നെ അതെന്തെങ്കിലും അങ്ങോട്ട് ചെയ്താളേന്നിട്ട. പക്ഷേ നോമ്പായതുകൊണ്ട് ഇത് നമുക്ക് പച്ചയിൽ തിന്നാനും പേടിയാണ്. കാരണം എന്തെങ്കിലും എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരാൾക്കുൽ താവുമല്ലോ എന്ന് പേടിച്ചിട്ടിട്ട. എന്നാൽ പിന്നെ അച്ചാറാണെങ്കിൽ നോമ്പിനുള്ളത് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. എന്നാൽ പിന്നെ ഇനി തങ്ങോട്ട് എടുത്തങ്ങാണ്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാ. കാരണം ഇതിവിടെ വെച്ചങ്ങാണ്ട് ഇരുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ വിശ്വസിക്കാൻ പറ്റില്ല. അതെങ്ങനെ ഉപ്പും കൂട്ടി തിന്നുന്നുണ്ടെങ്കിൽ, നോമ്പറന്നപാട് എടുത്ത് തിന്നുന്നുണ്ടെങ്കിൽ, അതെങ്ങനെ വയറിൻ്റെ പണിയുണ്ടെങ്കിൽ എൻ്റെ കെട്ടിയൻ്റെയൊക്കെ എനിക്ക് ഔട്ടാ 8ൻ്റെ പണി കിട്ടൽ. അപ്പോൾ അത് വിചാരിച്ചാൽ ഞാൻ വേഗം അത് ഉപ്പിലിടാന്ന് വെച്ചിട്ടാ. അപ്പോൾ അത് ഈ ഒരു ഭരണി ഉണ്ടല്ലേ, ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടാ. നോമ്പിൻ്റെ നനച്ചിൽ പണി കഴിഞ്ഞപ്പോഴേ നോമ്പിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഗ്ലാസിൻ്റെ ഭരണി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ വേറെ ആരെങ്കിലും എടുക്കുമ്പോൾ അതങ്ങനെ താഴത്ത് കൊണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു അപകടമാകുമോ എന്ന് പേടിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തായാലും സംഭവം 2 എണ്ണം വാങ്ങിയാൽ ഒന്ന് ഞാൻ അച്ചാറിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കണ്. അപ്പോൾ അടുത്ത ബോട്ടിൽ എന്തായാലും മാങ്ങ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മാങ്ങ നല്ല നീളത്തിൽ അരിഞ്ഞിങ്ങാണ്ട് 5-6 പച്ചമുളകൊക്കെ കണ്ട് അരിഞ്ഞിങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കുലുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചറിയ വെള്ളം ഉണ്ടാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ട് ഇളക്കി സെറ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പുണ്ടാന്നൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണെന്നറിയില്ല, നോമ്പറന്ന പാട് ഇതെടുത്ത് തിന്നോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സംഭവം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പിനായതുകൊണ്ട് ഇത് കിട്ടിയതിൽ നമുക്ക് എന്താ കറിയിലിടേണ്ട ആവശ്യമില്ല. കാരണം കറിയിലിട്ടാലും അധികം അങ്ങോട്ട് ചിലവാകില്ല. പിന്നെ ഇതിപ്പോൾ പച്ചരി ഇരുന്നാലും നാസാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംഭവം അടിപൊളിയല്ലേ, ഗ്ലാസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.